ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് അനുഭവങ്ങൾ. നമ്മളെ ഒരുപാട് സ്കൂളുകൾ കയറി ഇറങ്ങി പഴയ അധ്യാപകർ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അതിനെന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. ഒരുപാട് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ഏതായാലും മധുരമിഠായി ഇന്ന് എത്തി നിൽക്കുന്നത് നിങ്ങളൊക്കെ പ്രിയങ്കരിയായ 17 സ്കൂളുകളിൽ പഠിപ്പിച്ച് വെറും ഹിന്ദി മാത്രം കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളിലേക്ക് പ്രിയങ്കരിയായി മാറിയ നമ്മുടെ ഹൈമവതി ടീച്ചറുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിനെ ഇങ്ങനെ കണ്ടപ്പോൾ ടീച്ചർ ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ടത് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ നമ്മളൊന്നും ഒരിക്കലും മിസ്സാക്കരുത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ തുടർച്ചയായി കാണാനും മെസ്സേജുകൾ ലഭിക്കാനും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഹൈമവതി ടീച്ചറിനെ ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ചന്ദമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഞാൻ ഹൈമവതി, ഹിന്ദി ടീച്ചറായിരുന്നു. ഒരു 15 സർക്കാർ സ്കൂളിലും 2 എയ്ഡഡ് സ്കൂളിലും വർക്ക് ചെയ്തു. അവസാനം ആദ്യം ഷോളയൂർ ലാസ്റ്റിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത് തുടക്കത്തിൽ വല്ലപ്പുഴ GUP-യിൽ UP ടീച്ചറായിട്ട് തുടങ്ങി. പിന്നീട് അവിടെ കുറച്ച് കൊല്ലം ഉണ്ടായി, 3 കൊല്ലത്തോളം വല്ലപ്പുഴ UP. അവിടുത്തെ പോസ്റ്റ് വേറെ ഇതായപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ടീച്ചർ വന്നപ്പോൾ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് വല്ലപ്പുഴയ്ക്ക്, പട്ടാമ്പിയുടെ അടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കൊല്ലംകോടാ പോകേണ്ടി വന്നത്. കൊല്ലംകോട് വട്ടേക്കാട് സ്കൂളിൽ അവിടെ ഒരു കൊല്ലം 1.5 കൊല്ലത്തോളം അവിടെ ഉണ്ടായി. പിന്നീട് അവിടുന്ന് ചെർപ്പളശ്ശേരി കുറച്ചുകൂടി അടുത്തായി കിട്ടി. വേക്കൻസി വരുന്നതിനനുസരിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് വരികയാണ്. ചെർപ്പളശ്ശേരിക്ക് മുമ്പ് ചെർപ്പളശ്ശേരിക്ക് കിട്ടണതിൻ്റെ തൊട്ട് മുമ്പാണ് ഒറ്റപ്പാലത്തിനടുത്തുള്ള കടമ്പൂര് സ്കൂളിൽ വർക്ക് ചെയ്തത് കുറച്ച് കാലം. അതൊരു 5-6 മാസമേ ഉണ്ടായുള്ളൂ. അവിടുന്ന് വന്നിട്ട് HM-ന് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അവിടെ ഉള്ള ടീച്ചർ പോവുകയും ചെയ്തു, വന്ന ടീച്ചർ ഇപ്പോൾ അവിടെ നിൽക്കണമില്ല, ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വന്ന ട്രാൻസ്ഫർ ഓർഡറൊക്കെ തരാതെ ഇരുന്നു കുറച്ച് കാലം. അങ്ങനെ കുറച്ച് ഇതായി, വിഷമിക്കേണ്ടി വന്നു. പിന്നെ കടമ്പഴിപ്പുറത്തേക്ക് കിട്ടി. ചെർപ്പളശ്ശേരിയിൽ നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് കിട്ടി. കടമ്പഴിപ്പുറത്ത് കുറച്ച് കൊല്ലം 6-7 കൊല്ലം നിന്നു. അവിടുന്ന് പ്രൊമോഷനായി കാരാകുറിശി സ്കൂളിലേക്ക് പോയി. കാരാകുറിശി സ്കൂളിൽ 5 കൊല്ലത്തോളം, 4 കൊല്ലം മുഴുവൻ, 5ാമത്തെ കൊല്ലം ഇങ്ങോട്ട് പോന്നു. വീടിനടുത്തുള്ള സ്കൂളിലേക്ക് കിട്ടി ലാസ്റ്റിൽ. MNKM GHS എന്നാണ് പ്ലാപ്പറ്റയിലത്തെ ഒരു വളരെ ഇതായിട്ടുള്ള സ്കൂളാണ്. ഒരു നേതാവിൻ്റെ സ്മരണയ്ക്ക് പണിത് തുടങ്ങിയ സ്കൂളാണ്. വളരെ ഫേമസ് ആണ്, നല്ല സ്കൂളാണ്. അവിടെ കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്നാണ് 15 കൊല്ലത്തോളം അവിടെ ഉണ്ടായി. അപ്പോഴേക്കും +2 കിട്ടി. +2 കിട്ടിയപ്പോൾ ഇവിടെ വേക്കൻസി കിട്ടില്ല ഹിന്ദിക്ക്. പിന്നെ
നടുവട്ടത്ത് വല്ലപ്പുഴ വഴി തന്നെ വീണ്ടും പോണ്ടി വന്നു നടുവട്ടത്തേക്ക്. നടുവട്ടത്ത് ഒരു 2 കൊല്ലത്തോളം ഉണ്ടായി. നടുവട്ടത്തു നിന്ന് വീണ്ടും കുറച്ചുകൂടി അടുത്ത് വന്നു വെള്ളിനേഴി. വെള്ളിനേഴിയിൽ അധികം ഉണ്ടായില്ല, 3 മാസമേ ഉണ്ടായുള്ളൂ. വെള്ളിനേഴിയിൽ നിന്നാണ് പ്ലാപ്പറ്റയ്ക്ക് എത്തിയത്. വീണ്ടും +2 ആദ്യം ഹൈസ്കൂളിൽ പ്ലാപ്പറ്റ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് +2 വർക്ക് ചെയ്തു 4 കൊല്ലം. അപ്പോഴേക്കും സ്കൂളിലെ പോസ്റ്റ് +2 പോസ്റ്റ് ജൂനിയറായിരുന്നു. ഞാൻ ഇതാണ് സീനിയർ ടീച്ചറാണ്. അപ്പോൾ ഇവിടുന്ന് കൊടുവായൂരിലേക്ക് പോകേണ്ടി വന്നു. ഇവിടുത്തെ പോസ്റ്റിൽ മറ്റേ ജൂനിയർ ആളെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വലിയ സീനിയർ ആളെ വെച്ചിട്ട് ഫുൾ ശമ്പളം കൊടുത്താൽ സർക്കാരിന് നഷ്ടമല്ലേ. ജൂനിയറിൻ്റെ ശമ്പളമല്ലേ ഇവിടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ജൂനിയറിനെ അപ്പോഴേക്കും ഇവിടെ വന്ന് ഞാൻ അങ്ങനെ കൊടുവായൂരിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് പണ്ഡിറ്റ് മോത്തിലാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ, PMG സ്കൂള്, വിക്ടോറിയ കോളേജിൻ്റെ മുന്നിൽ, ആ സ്കൂളിൽ 1.5 കൊല്ലം. അവിടുന്ന് അപ്പോഴേക്കും വീണ്ടും റിട്ടയർമെൻ്റ് ആവാറായി. പ്രിൻസിപ്പാളായിട്ട് 2 മാസം, വെറും 2 മാസമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ ഷോളയൂർ പോയി അവിടെ ഒരു 2 മാസം ഇരുന്നു. അവിടുന്ന് റിട്ടയറായിട്ട് പോന്നു. ഇതാണ് എൻ്റെ സർവീസ് ചരിത്രം. ഇതെൻ്റെ അനിയനാണ്, 2ാമത്തെ അനിയൻ. മറ്റേ 4 അനിയന്മാരുണ്ട്. ഇയാള് കോട്ടയ്ക്കലെ ആയുർവൈദ്യശാലയിലായിരുന്നു. നമസ്കാരം. ഗണേശൻ എന്നാണ് പേര്. ഇവൻ്റെ വൈഫും അവിടെ കോട്ടയ്ക്കലിൻ്റെ രാജാസ് സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മാസമാണ്, ഈ മെയ്യിലാണ് റിട്ടയർ ആയത്. 2 കുട്ടികളും. മകൻ IFS കിട്ടി 2024 IFS ബാച്ചിൽ 8ാം റാങ്കോട് കൂടിയിട്ട് പാസ്സായി. ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കേരള കേഡറിന് കിട്ടി. തിരുവനന്തപുരത്ത് ഇന്നലെ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ പോസ്റ്റിംഗ് ആയിട്ടില്ല, ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അടുത്ത് തന്നെ കിട്ടുമെന്നാണ്, പോസ്റ്റിംഗ് കിട്ടുമെന്നാണ് അറിഞ്ഞത്. ഏതായാലും മകള് ഹിറ്റാച്ചി എനർജിയിൽ വർക്ക് ചെയ്യുന്നു. അവളിപ്പോൾ സ്വീഡനിലാണ്. എന്തായാലും ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചേച്ചി എന്ന് പറയുന്നത് അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് എൻ്റെ അനിയനും ഞാനും വളരെ പ്രായവ്യത്യാസവും ചേച്ചിയായിട്ടുള്ളത് കൊണ്ടും ഞങ്ങളെ എടുത്ത് വളർത്തിയത് അമ്മയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചേച്ചിയായിരിക്കും. അപ്പോൾ ചേച്ചിയോട് ഞങ്ങൾക്ക് അമ്മയോടുള്ളതിനേക്കാളൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഒരു 10-20 വർഷത്തിലും മേലെ ആയി. ഞാൻ കോട്ടയ്ക്കൽ പോയതിന് ശേഷം രാവിലെ 8:30-ക്കും വൈകുന്നേരം 4:30-ക്കും കൃത്യമായിട്ട് ഫോൺ വിളിക്കും. ഒരു അരമണിക്കൂറോളമൊക്കെ ഞങ്ങൾ ദിവസം ഒന്ന് കണ്ട മാതിരി സംസാരിക്കാറുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദിവസവും കാണുന്നില്ലെങ്കിലും ഞങ്ങൾ കണ്ട മാതിരിയാണ് ദിവസം. അപ്പോൾ ചേച്ചിയോടുള്ളൊരു അടുപ്പം വന്നത് ചേച്ചിയുടെ എളിമ, ചേച്ചിയുടെ ആ ഒരു പെരുമാറ്റം മറ്റുള്ളവർ. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു പകുതിയൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കുട്ടികളായാലും അധ്യാപകരായാലും രക്ഷിതാക്കളായാലും അവരോട് കാണിക്കുന്ന ഒരു വിനയം വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്നേഹം ഏത് കാലത്തും ചേച്ചിയോട് ഉണ്ടേനും അത് കാണുമ്പോൾ എനിക്കും നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും.